തെരുവിലും മൈതാനത്തും കിട്ടാത്ത നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോടതിയിൽ പോകുന്നത്. ഞാനിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള കമന്റ് ഒന്നും പറയില്ല കോടതിയെക്കുറിച്ച്. മുഖ്യമന്ത്രി പറയാൻ അവർ തോന്നുന്നതൊക്കെ പറയുന്നതാണ്. ഞാൻ ആ കമന്റ് ഒന്നും പറയില്ല. കോടതിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കേസിലെ വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഞങ്ങള് നേരത്തെ AI ക്യാമറ നേരത്തെ കൊടുത്തിരുന്നു, അത് കോടതി സ്വീകരിച്ചിരുന്നു. സമാനമായ കാലത്ത് തന്നെയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിട്ട് ഉണ്ട്. സമാനമായ കാലത്ത് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് 19 എന്നാണ് കോടതി ഒരു ചോദ്യം ചോദിച്ചത്. ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 2017 കൊണ്ടുവന്ന ഈ പ്രോജക്ട് 20 ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് ഫ്രീ സൗകര്യം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5% പോലും ആളുകൾക്ക് ഇതുവരെ 7 കൊല്ലമായിട്ട് ഫ്രീ സൗകര്യം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല 1000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അത് 1500 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. 50% വർധനവ് എസ്റ്റിമേറ്റിൽ ഉണ്ടാക്കി. അപ്പൊ അവിടെ തന്നെ ഒരു അഴിമതിയുണ്ട്. പിന്നെ ഈ വിവരങ്ങൾ പുറത്തൊക്കെ വരുന്നത് C&AGയുടെ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത്രയും വലിയ അഴിമതി ഇതിന്റെ അകത്ത് നടന്നു എന്നറിയുന്നത്. അപ്പോഴാണ് നമ്മളത് കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇപ്പൊ C&AGയുടെ ഫൈനൽ റിപ്പോർട്ട് കൂടി വരും. C&AGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇതിനകത്ത് വലിയ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിന് സൂചനകളുണ്ട്. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ അറിയുന്നത്. അതല്ലേ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നത്. അത്തരം കാര്യങ്ങളല്ലേ, അതിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ കാലതാമസം എന്നുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് ഉദിക്കുന്നില്ല. കാരണം ഈ പ്രോജക്ട് തീർന്നാലല്ലേ കാലതാമസത്തിന്റെ പ്രശ്നം വരുള്ളൂ. ഈ പ്രോജക്ട് 1500 കോടി, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് 1500 കോടി രൂപയുടെ ഒരു പ്രോജക്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ 5% ആളുകൾക്ക് പോലും, ബെനിഫിഷ്യറികൾക്കായ ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിൽ വലിയ കുഴപ്പമുണ്ടെന്നാണ്. ആ കുഴപ്പത്തെയാണ് ഗൌരവതരമായി അന്വേഷിക്കണം, CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നു. കോടതി അത് പരിശോധിക്കട്ടെ. ലെറ്റ് ദം കംപ്ലീറ്റ് ദെയർ ഓൺ പ്രൊസീജിയേഴ്സ്. ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇത് AI ക്യാമറയിൽ നടന്നതുപോലെ തന്നെ കറപ്ഷനാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഏജൻസികൾ, 2 കമ്പനികൾ, ഒന്ന് SRIT, ഒന്ന് പ്രസാദിയോ. ഈ 2 കമ്പനികളും AI ക്യാമറയിലും ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ K-ഫോണിൽ ഇൻവോൾവ് ആണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി നടത്തിയ അഴിമതിയും ഗൂഢാലോചനയുമാണ് AI ക്യാമറയിലും K-ഫോണിലും ഉണ്ടായിരിക്കുന്നത്. AI ക്യാമറയുടെ അതുപോലെ തന്നെ നടന്നിരിക്കുന്ന അതിന്റെ അകത്തുള്ള മുഴുവൻ നടന്നത് അത് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുഴുവൻ കോടതിയിൽ ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താ, രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യും. രാഷ്ട്രീയമായി ഞങ്ങൾ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് 2 പ്രാവശ്യം ഞങ്ങൾ ഉപരോധിച്ചു. അതുകൂടാതെ ഞങ്ങൾ വിചാരണ സദസ്സുകൾ നടത്തി. ഈ അഴിമതി മുഴുവൻ പുറത്തുകൊണ്ടുവന്നു. ഞങ്ങൾ നടത്തിയ വിചാരണ സദസ്സുകളിൽ മുഴുവൻ AI ക്യാമറയുടെയും K-ഫോണിന്റെയും അഴിമതി പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ടാണ്. അതേ അവസരത്തിൽ നിയമപരമായി നേരിടും. ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടിയാണ് AI ക്യാമറ കോടതിയെ സമീപിച്ച് കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചതിന്റെ ഗവൺമെന്റിന്റെ കൗണ്ടർ അഫിഡവിറ്റും കാര്യങ്ങളും നടക്കുകയാണ്. ഇത് അഡ്മിഷൻ സ്റ്റേജിൽ ഗവൺമെന്റിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ഞാൻ കൊടുത്ത കേസ് തള്ളൊന്നും ചെയ്തില്ല. കോടതി വരട്ടെ, അവരവരുടേതായ നടപടിക്രമങ്ങൾ നോക്കട്ടെ. സർക്കാർ, സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ മുമ്പ് പറഞ്ഞ കാര്യമാണിത്. 2020-ലും 2023-ലും 22 അവസാനത്തിലും ഞങ്ങൾ ഇറക്കിയ വൈറ്റ് പേപ്പറിൽ, ധവളപത്രത്തിൽ വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. കേരളത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തം, കേരളം കടന്നുപോകാൻ പോകുന്ന ധനപ്രതിസന്ധി, ഇതെല്ലാം പറഞ്ഞു. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ സർക്കാർ, മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷത്തോട് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളതാണ്. ഞങ്ങൾ UDF MPമാര് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിന്റെ നികുതി വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കുറവ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നിലപാട് അതാണ്. അത് ആ നികുതി വരുമാനം കുറഞ്ഞത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇന്ന് കേരളം നേരിടുന്ന എല്ലാ ധനപ്രതിസന്ധിക്കും കാരണം കേന്ദ്ര അവഗണനയാണ് എന്നുള്ളൊരു നറേറ്റീവാണ് ഈ CPM ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. വൺ ഓഫ് ദ റീസൺസ് ആണ്, ഒരുപാട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അത്, ഒന്ന് മാത്രമാണ്. വേറെ ഞങ്ങൾ പറഞ്ഞു, വേറെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയുണ്ട്. വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ പ്രതിപക്ഷം 5 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90%-ലധികം സ്റ്റേറ്റുകൾ ഇത് പുനഃസംഘടിപ്പിച്ചു. വാറ്റും GST തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ട് ധ്രുവങ്ങളിലുള്ള
ടാക്സേഷൻ സിസ്റ്റമാണ്. അപ്പോൾ വാറ്റിന് വേണ്ടി ഉണ്ടായിരുന്ന സിസ്റ്റമാണ് ഇപ്പോഴും ഉള്ളത്. GSTക്ക് വേണ്ടിയുള്ള സിസ്റ്റം ഇല്ല. ഏറ്റവും കൂടുതൽ അത് നിയമസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രതിപക്ഷമാണ്. വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ആ വിഷയം ഉന്നയിച്ചിരിക്കുന്ന ഞാനാണ്. 5 കൊല്ലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു, ചെയ്തിട്ടില്ല. നികുതി വരുമാനം ഗണ്യമായിട്ട് കുറയാണ്. ഉദാഹരണം ഗോൾഡ്. വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ 25 മുതൽ 28% വരെ സ്വർണം കേരളത്തിലാണ് വിൽക്കുന്നതെന്ന്. അതായത് ഏകദേശം 200 ടണ്ണ് സ്വർണം കേരളത്തിൽ വിൽക്കാണ്. 200 സ്വർണം വിറ്റിട്ട് 500 കോടി താഴെയാണ് കേരളത്തിന് നികുതി കിട്ടുന്നത്. അപ്പൊ സ്വർണത്തിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. 5000 കോടി മുതൽ 10000 കോടി വരെ കിട്ടേണ്ടതാണ്. ബാറിൽ നിന്നുള്ള നികുതി വരുമാനം കിട്ടുന്നില്ല. പിന്നെ IGST ഉണ്ട്, അതായത് അന്തർ സംസ്ഥാന വിൽപ്പന നടക്കുമ്പോൾ കിട്ടേണ്ടത്. അത് IGST പൂളിലേക്ക് പോകും. അത് കേരളം കറക്റ്റായിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട് ഒരു വർഷം 5000 കോടി മുതൽ 6000 കോടി രൂപ വരെയാണ് നഷ്ടപ്പെടുന്നത്. 30,000 കോടിയാണ് കേരളത്തിന് ഈ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കൊല്ലത്തിന് മുമ്പ് ഞങ്ങളിത് നിയമസഭയിൽ പറഞ്ഞു, ഇങ്ങനൊരു അപകടമുണ്ട്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പരിഹസിച്ചു ഞങ്ങളെ. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തന്നെ പറഞ്ഞു. ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം പറഞ്ഞു. ഇത്രയും പൈസ 25,000 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് പാളിച്ചകൾ കൂടി ഈ ധനപ്രതിസന്ധിക്ക് കാരണമാണ്. അപ്പൊ സർക്കാരിന്റെ ആവശ്യം ഒരുമിച്ച് ഡൽഹിയിൽ പോയി സമരം ചെയ്യണമെന്നാണ്. ഇപ്പൊ ഞാനും പ്രതിപക്ഷ ഉപനേതാവാണ് പങ്കെടുത്തത്. ഒരുമിച്ച് സമരം ചെയ്യുന്ന കാര്യം ഒരു രാഷ്ട്രീയമായ ആവശ്യമാണ്. അത് UDF-ലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടും അതാത് പാർട്ടികളുമായിട്ടും ആലോചിച്ചിട്ട് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞു. ഞങ്ങള് ആലോചിച്ച് മറുപടി പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കതിന്റെ രാഷ്ട്രീയമായ വശങ്ങളും സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഇത് രണ്ടും ഉണ്ടല്ലോ. സാദിപ്പ് എന്നോട് ചോദിച്ചപ്പോൾ 2 വശമുണ്ട്. ഒന്ന് രാഷ്ട്രീയമായ ഒരു വശമുണ്ട് അതിന്, പിന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു വശമുണ്ട്. ഇത് രണ്ടും കൂടി UDF-ലെ നേതാക്കന്മാരും അതാത് പാർട്ടി, എനിക്ക് കോൺഗ്രസിൽ മറ്റ് നേതാക്കളുമായിട്ട് ആലോചിക്കണം, ഘടകകക്ഷികൾക്ക് അവരുടെ നേതാക്കളുമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ആലോചിക്കണം. എത്രയും പെട്ടെന്ന് ഞങ്ങളൊരു തീരുമാനം അറിയിക്കും. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയെ സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സ്വീകരിച്ചു. തീർച്ചയായിട്ടും അല്ല, മുൻകൂട്ടി അറിയിച്ചിട്ടാണ്. മുൻകൂട്ടി അറിയിച്ചിട്ട് ഗൂഗിൾ മീറ്റിംഗിലാണ് വിളിച്ചത്. പിന്നെ രാവിലെ 10 മണിക്കാണ് വെച്ചിരുന്നത്. അപ്പൊ എനിക്ക് തിരിച്ച് ഡൽഹിയിൽ നിന്ന് ഞാൻ 7 മണിക്കൂർ ഡിലേ ആയി. മൂടൽ മഞ്ഞായതുകൊണ്ട് അവിടെ നിന്നുള്ള പ്ലെയിൻ പുറപ്പെടാൻ താമസിച്ചതുകൊണ്ട് 3:30 മാറ്റി. അപ്പോ നമ്മളോട് കേരളത്തെ സംബന്ധിച്ചൊരു വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച് ഞങ്ങൾ എപ്പോഴും പോകും. അല്ല, ധനകാര്യമന്ത്രി ഞാൻ അദ്ദേഹം തന്നെ മായ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചില്ല. സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിക്കാതെ 20 സീറ്റിലും ഒരു പ്രചരണം നടക്കില്ല. അത് നടക്കില്ല. അതൊക്കെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇപ്പൊ പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി കൂടി നിർദ്ദേശങ്ങളെല്ലാം തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് AICCയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹം മായ്പിച്ചു കളഞ്ഞത്. അദ്ദേഹം ഒന്നും അത് ചെയ്യില്ല. അദ്ദേഹമൊക്കെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. അറിഞ്ഞുകൊണ്ടൊന്നും അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാണ്, പ്രദേശ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാണ്. ഞാൻ DGPക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞു, ഞങ്ങളുടെ രാമൻ നിൽക്കുന്നത് ഹേ റാം എന്നുള്ള ചുണ്ടനക്കത്തോടുകൂടി ഗാന്ധി മരിച്ചു വീണ ബിർള മന്ദിരത്തിന്റെ ഇടനാഴിയിലാണ്. കണ്ണിൽ ചോരയുമായി ഞങ്ങളുടെ രാമൻ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. BJPയുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന രാമനാണ്. മറ്റേ രാമനാണ് ഞങ്ങളുടെ രാമൻ ഞാൻ പറഞ്ഞു. അതിന് BJP ഹാൻഡിലുകളിലൂടെ വളരെ മോശമായിട്ടുള്ള രാമനെ സംബന്ധിച്ച് ഞാൻ വേറെ മോശമായി പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങൾ എനിക്കിപ്പോ ഇവിടെ പറയാൻ മടിയുണ്ട്. അതുപോലുള്ള മോശം കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ എന്റെ പേരടിയിൽ വെച്ച് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ നടപടി സ്വീകരിക്കട്ടെ. തെറ്റായ പ്രചരണം നടത്തുകയാണ് BJP ഹാൻഡിൽ ചെയ്യണം. പറഞ്ഞത് ഇതാണ്, നിങ്ങളോടും കൂടിയാണ് പറഞ്ഞത്. ഞാൻ ഡിസംബർ 28-ാം തീയതി എല്ലാ മാധ്യമങ്ങളിലും കോൺഗ്രസ് ജന്മദിനത്തിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ വാക്കുകളാണ്. ആ ലേഖനത്തിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട്. അത് മാറ്റി വേറെ രീതിയിൽ, ഇതാണല്ലോ BJP ചെയ്യുന്നത്, ഹേറ്റ് ക്യാമ്പയിനാണ്, വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ്. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവര് മാത്രമാണ് ഹിന്ദുക്കളെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവര് മാത്രമാണ് വിശ്വാസികളെന്നാണ് അവർ അവകാശപ്പെടുന്നത്.
കേരളത്തിൽ 10% വോട്ട് മാത്രമുള്ള ആളുകളാണ് അവര് മാത്രമേ, ബാക്കിയുള്ളവരാരും വിശ്വാസികളല്ലേ. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകളാണല്ലോ, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളാണല്ലോ ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ വിശ്വാസത്തെ വിൽക്കാറില്ല, വിൽപ്പനയ്ക്ക് വെക്കാറില്ല. അത് മതപരമായ വിശ്വാസവും ആരാധനാലയങ്ങളിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും ഒക്കെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്, സ്വകാര്യമായി കൊണ്ടുനടക്കും. അത് വിൽപ്പനയ്ക്ക് വെക്കാറില്ല. ഇവരത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് വിശ്വാസത്തെ. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് അയോധ്യയിൽ ഈ ഉദ്ഘാടന യോഗത്തിൽ പോകണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. പൊളിറ്റിക്കലൈസ് ചെയ്ത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂടി കൂട്ടിയോജിപ്പിച്ചു, ആരാധനാലയത്തെയും രാഷ്ട്രീയത്തെയും കൂടി കൂട്ടിയോജിപ്പിച്ചു. മനസ്സിലായില്ലേ?